മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ ദൈവം സാഹചര്യങ്ങളെ മാറ്റും. എന്റെ യേശു നന്മയ്ക്കായി തീർക്കും. എന്റെ നാഥൻ വേദനകളെ മാറ്റും. മാറ്റും 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 മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഉണ്ട് കേട്ടിട്ടുണ്ട്. ഉള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല. കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യഘനമാണ്, തേജസ്സിന്റെ നിത്യഘനമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട് കണ്ടിട്ടുണ്ട്, ഓ ഉണ്ട് കേട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ സാധാരണ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യമാണ് അത് ദൈവം തന്നതാണ് എന്ന്. ദൈവം തന്നതാണോ ഇല്ലയോ എന്ന് യഥാർത്ഥത്തിൽ ആർക്കും അറിഞ്ഞിട്ടല്ല പറയുന്നത്. പക്ഷേ പണ്ട് മുതലേ ഇതെൻ്റെ ലൈഫിൽ ദൈവം അനുവദിച്ചതാണ്, അങ്ങനെയൊരു ടോക്കാണ്. എന്നാൽ ദൈവദിനത്തിൽ നമുക്ക് മനസ്സിലാകും, അനുഗ്രഹത്തോടൊപ്പം ഒരിക്കലും ദൈവം കഷ്ടത ചേർക്കുന്നില്ല. അപ്പോൾ കഷ്ടത എവിടെ നിന്നാണ് വരുന്നത്? കഷ്ടത പിശാച് നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ സങ്കടത്തിനായി അവൻ ചേർക്കുന്നതാണ്. അതുകൊണ്ടാണ് ദൈവജനം പറയുന്നത്, നീ അതിനോട് പിശാചിൻ്റെ പ്രവൃത്തികളോട് എതിർത്ത് നിൽക്കുവാൻ പറയുകയാണ്. കഷ്ടത ദൈവം തരുന്നു എന്ന ഒരു ബോധ്യത്തിലായതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് മുൻപിൽ നിലവിളിക്കുവാനും കരയുവാനുമൊക്കെ എല്ലാവരും തയ്യാറാകുന്നത്. എന്നാൽ ദൈവജനം പറയുകയാണ്, അത് ദൈവം നിനക്ക് അനുവദിച്ചിട്ടുള്ളതല്ല. നീ അതിനോട് എതിർത്ത് നിന്നാൽ, അതിനോട് പോകാൻ പറഞ്ഞാൽ ആ ഇരുട്ടിൻ്റെ ബലം നിൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോകും. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടില്ലാത്ത എന്തെങ്കിലും നമ്മളെ വേദനിപ്പിക്കുന്നതായുണ്ടെങ്കിൽ ഇന്ന് അത് നിന്റെ ലൈഫിൽ നിന്ന് പടിയിറങ്ങുന്നതാകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഇന്ന് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആ നെഗറ്റീവ് തോട്ട്സ് പടിയിറങ്ങട്ടെ. കർത്താവിൻ്റെ അത്ഭുതത്തിൽ നമുക്കായിരിക്കാം. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. I am the child of God. ഞാൻ ദൈവത്തിന്റെ മകനാണ്. I am a child of God. ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. How many of you can say I am a child of God? എത്ര പേർക്ക് പറയാനായി സാധിക്കും ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്? Listen, I am sharing a truth to you. ഞാൻ എന്ന ദൈവിക സത്യം നിന്നോട് പറയുകയാണ്. What I share to you now? ഞാൻ എന്താണ് നിങ്ങളോട് പറയാനിടയായത്? When you facing issues, നിങ്ങൾ ഒരു പ്രശ്നം നേരിടുമ്പോൾ you have to say I am a child of God. നിങ്ങൾ പറയണം ഞാൻ ദൈവത്തിന്റെ പൈതലാണെന്ന്. Why? എന്താണ്? Say to your neighbor, why? അടുത്ത് നിൽക്കുന്ന ആളോട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ്? Because കാരണം your situations created by the devil. കാരണം നിന്റെ സാഹചര്യം നിനക്ക് ഉളവാക്കിയത് പിശാചിനാലാണ്. He comes only for steal and destroy and kill. അവൻ അറക്കാനും ഒടിക്കാനും കൊല്ലുവാനും അല്ലാതെ അവൻ വരുന്നില്ല. Hallelujah. Hallelujah. So when you are facing a situation closer to kill you, നിന്നെ കൊന്നുകളയുന്ന സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, when a situation trying to steal you, നിന്നെ മോഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, when a situation trying to destroy you, നിന്നെ തകർത്ത് കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീ വരുമ്പോൾ, do not cry. നീ കരയരുത്. Look at the situation that's what trying to destroy you. Look at the situation, say
do you know who I am? നിന്നെ Amen. തകർത്ത് കളയാൻ വരുന്ന ആ സാഹചര്യത്തെ നീ നോക്കിയിട്ട് പറയണം, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? Because that situation not created by God, that situation created by the devil. കാരണം ആ സാഹചര്യം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടതല്ല, പിന്നെയോ ആ സാഹചര്യം അത് പിശാചിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. Romans chapter 8 verse 35. റോമർ 8:35 പറയുന്നു, Will tribulation, distress, persecution, famine, or nakedness, danger, or sword? സങ്കടമോ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ അതോ വാളോ? That means tribulation not from God, it is from devil. അതെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ വരുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ Destruction നിന്നാണ്. is not from God, it's from devil. അത് ഉപദ്രവം വരുന്നത് അത് ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ Famine, നിന്നാണ്. it's not from God, it's from devil. അത് പട്ടിണി വരുന്നത് ദൈവത്തിൽ നിന്നല്ല, അത് പിശാചിൽ നിന്നതാണ്. Then when that means when you face a drought in your life, നിന്റെ ജീവിതത്തിൽ ഒരു വരൾച്ച നീ നേരിടുന്ന സമയത്ത് don't fix and cry. നീ അതിനെ നോക്കി കരയരുത്, Don't cry out. അതിനെ നോക്കി കരയരുത്. Instead of that, അതിന് പകരം look at and talk to the famine. നിന്നെ ആ വരൾച്ച നോക്കിയിട്ട് നീ പറയണം, Devil, പിശാചേ, there is no place in my life. എന്റെ ജീവിതത്തിൽ നിനക്ക് സ്ഥാനമില്ല. You don't have it. You don't have a place in my life. എന്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല. You don't have a place in my life. നിനക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനവുമില്ല. Tribulation, there is no place in my life. സങ്കട കഷ്ടത നിനക്കൊരു സാഹചര്യമില്ല എന്റെ ജീവിതത്തിൽ. Tribulation, there is no place in my life. സങ്കടത്തിന് എന്റെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവുമില്ല. Destruction, there is no place in my കഷ്ടതയ്ക്ക് life. എന്റെ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല. Because I am a child of God. കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. സങ്കടത്തിന് എന്നിൽ ഇടയില്ല. സങ്കടത്തിന് എന്റെ ഇടയില്ല. കഷ്ടത്തിന് എന്നിൽ ഇടയില്ല. കഷ്ടത്തിന് എന്റെ ഇടയില്ല. ഉപദ്രവത്തിന് എന്നിൽ ഇടയില്ല. ദൈവത്തിന് എന്റെ ഇടയില്ല. കാരണം ഉപദ്രവം ഉണ്ടാക്കുന്നത് കള്ളനാണ്. അത് കൊണ്ടുവരുമ്പോ നീ അത് കണ്ട് കരയരുത്. അതിനു പകരം അവനെ നീ ഓപ്പോസിറ്റ് ചെയ്യണം. ആമേൻ. Why you need to opposite him? എന്തിനാണ് നീ അതിനെ എതിർക്കേണ്ടത്? Because it is not from God. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. That's why you are oppositing. അതുകൊണ്ടാണ് നീ അതിനെ എതിർക്കേണ്ടത്. Listen. ശ്രദ്ധിച്ചേട്ടെ. Why you need to opposite the destructions and tribulations? നിനക്ക് കഷ്ടതയും സങ്കടത്തെയൊക്കെ നീ എതിർക്കേണ്ട എന്താണ് ആവശ്യം? Because it is not from God. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. Just imagine a woman trying to mislead you. ഒരു സ്ത്രീ നിന്നെ തെറ്റായ രീതിയിൽ നടത്താനായി ശ്രമിക്കുന്നു നീ കരുതിയാട്ടെ. How you opposite her? എങ്ങനെയാണ് നീ അവളെ എതിർക്കുക? The same way, അതേപോലെ when a sin trying to hold you, ഒരു പാപം നിന്നെ പിടിക്കാനായി ശ്രമിക്കുമ്പോ, a woman trying to touch you, ഒരു സ്ത്രീ നിന്നെ തൊടാനായി how you ശ്രമിക്കുമ്പോൾ opposite you? എങ്ങനെയാണ് നീ അതിനെ എതിർക്കുക? How a man trying to touch you, ഒരു പുരുഷൻ നിന്നെ തൊടാനായി how you ശ്രമിക്കുമ്പോൾ opposite a person? എങ്ങനെയാണ് നീ അതിനെ എതിർക്കാനിടയാകുക? Why you are oppositing? എന്തുകൊണ്ടാണ് നീ എതിർക്കുന്നത്? Why you are not allowing? നീ എന്താണ് അനുവദിക്കാത്തത്? You know sin is, I am not allow the sin. ഞാൻ ആ പാപത്തെ ഞാൻ അംഗീകരിക്കത്തില്ല. I not allow the devil. ആ പിശാചിനെ ഞാൻ അനുവദിക്കത്തില്ല. You have to look the situations also the same way. അതേപോലെ തന്നെയാണ് നീ നിന്റെ സാഹചര്യത്തെ നോക്കുവാൻ ഇടയാകേണ്ടത്. A woman or man trying to look at you and trying to touch you like sexually, you opposite, because we know that is from devil. The same way when the destruction come, when the nakedness come, when the famine come, you have to look at the situation and say, you are from devil. I not agree with you, I opposite you. എന്ന് വെച്ചാൽ നിന്റെ ജീവിതത്തിലേക്ക് ഒരു പുരുഷനോ ഒരു സ്ത്രീയോ നിന്നെ സെക്ഷൽ ആയിട്ട് ടെംപ്റ്റ് ചെയ്യാനായി വരുന്ന സമയത്ത് നീ അതിനെ എങ്ങനെയാണോ എതിർക്കുന്നത് അതേപോലെ നീ എതിർക്കാനിടയാണ്. കാരണം നിനക്കൊരു കാര്യം അറിയാം, അത് പിശാചിൽ നിന്നുള്ളതാണെന്ന്. അതേപോലെ തന്നെയാണ് കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ നിന്നെ അത് പിടിക്കാനായി വരുന്ന സമയത്ത് നീ അതിനെ എതിർക്കാനിടയാകണം. കാരണം അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, പിന്നെ അത് പിശാചിൽ നിന്നുള്ളതാണ്. ഒരു പുരുഷൻ നിന്നെ വശീകരിക്കാൻ നോക്കിയ, ഒരു സ്ത്രീ നിന്നെ വശീകരിക്കാൻ നോക്കിയ, അതിനോട് പിശാച പോയി പണി നോക്കടാ എന്ന് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പറയുന്നുവെങ്കിൽ, അതേപോലെ നിനക്ക് ചുറ്റും എഴുന്നേറ്റിരിക്കുന്ന ദാരിദ്ര്യത്തെ, സങ്കടത്തെ, വേദനയെ, ഉപദ്രവത്തെ, പട്ടിണിയെ നോക്കിയിട്ട് പറയണം, പിശാചേ ഞാൻ ദൈവ പൈതല തൊടാൻ കിട്ടത്തില്ല. You have to opposite the situations surrounding you with this word, do you know who I am? നിനക്ക് ചുറ്റുമായിരിക്കുന്ന സാഹചര്യത്തെ നീ എതിർക്കണം. എന്തിനാൽ ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന വാക്യത്താൽ നീ എതിർക്കാൻ ഇടയാകണം. Because that situation created by devil, not by God. കാരണം ആ സാഹചര്യത്തെ ഉരുവാക്കിയത് അത് പിശാചാണ്, അത് ദൈവത്താലല്ല.
You have to confess, I am the child of God. നീ ഏറ്റു പറയണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Don't cry out. നിങ്ങൾ കരയാനിടയാകരുത്. Don't cry out. അതിനുവേണ്ടി കരയാനിടയാകരുത്. Lord, why you are not forsake me? Why you are forsake me? Don't say like that. ദൈവമേ എന്താണ് എന്നെ രക്ഷിക്കാത്തത്? ദൈവമേ എന്താ എന്നെ രക്ഷിക്കാത്തതെന്ന് പറഞ്ഞ് കരയരുത്. Don't do that. നിങ്ങൾ അത് ചെയ്യാനിടയാകരുത്. God never forsake you. ദൈവം നിങ്ങളെ കൈവിട്ടിട്ടില്ല. Never forsook you. നിങ്ങളെ കൈവിട്ടിട്ടില്ല. Hallelujah. Never forsake and forsook. ദൈവം നിന്നെ കൈവിടുക ചെയ്തിട്ടില്ല. Because God is your father. കാരണം ദൈവം നിന്റെ പിതാവാണ്. God is your father. ദൈവം നിന്റെ പിതാവാണ്. God is a good father. ദൈവം നല്ലൊരു പിതാവാണ്. Better than your worldly father. നിങ്ങളുടെ ലോകത്തിലുള്ള പിതാവിനേക്കാൾ നല്ല പിതാവാണ്. He never forsake you and forsake you. നിന്നെ കൈവിടുകയോ ഉപേക്ഷിക്കുകയില്ല. Come on, say hallelujah. Hallelujah. The situation surrounding you, it is from devil, not from God. First revelation must be like this. നിനക്ക് ചുറ്റുമായിരിക്കുന്ന സാഹചര്യങ്ങൾ അത് പിശാചിനാൽ ഉളവാക്കിയതാണ്, അത് ദൈവത്താലല്ല. അതാണ് നീ ആദ്യം മനസ്സിലാക്കേണ്ടത്. You have to say, നീ പറയണം, as many as received and welcomed him, he gave the authority and to become the children of God. ഞാൻ ദൈവ പൈതലാവാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. I have the authority to become the child of God. ഞാൻ ദൈവിക മകനാകാനുള്ള അധികാരം ദൈവം എനിക്ക് Say to your തന്നിരിക്കുന്നു. neighbor, when I believe in Jesus, I have the authority to become the child of നീ God. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ മകനാകാനുള്ള അധികാരം ദൈവം എനിക്ക് തന്നിരിക്കുന്നു. I am the child of God now. ഞാൻ ദൈവത്തിന്റെ പൈതലാണ് ഞാനിപ്പോ. I am the child of God ഞാൻ now. ദൈവത്തിന്റെ പൈതലാണ് ഇപ്പോൾ. 1 John chapter 3 verse 1. 1 യോഹന്നാൻ 3:1 പറയുന്നു, See what quality of love the Father has given or shown and bestowed us, that we should be named and called and counted as the children of God. കാൺമീൻ, ഞാൻ ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. God show his love. ദൈവം സ്നേഹത്തെ നമുക്ക് വേണ്ടി കാണിക്കാനിടയായി. For what? To show his love as he counted we are the children of God. എന്തിനു വേണ്ടിയിട്ടാണ് അവന്റെ സ്നേഹം നമ്മളോട് കാണിക്കാനിടയായത്? കാരണം അവന്റെ പൈതലായിട്ട് അവൻ എന്നെ എണ്ണപ്പെട്ടിരിക്കുകയാണ്. You have to believe I am a child of God. നീ വിശ്വസിക്കണം, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Situations know you are the child of God. സാഹചര്യത്തിന് അറിയാം നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. Say to your neighbor, even every situations know you are the child of God. എല്ലാ സാഹചര്യത്തിനും അറിയാം നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. But you don't know you are the child of God. പക്ഷെ നിനക്കറിയത്തില്ല നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. Evils know you are the child of God. Evil know you are the child of God. പിശാചിന് അറിയാം നീ ദൈവത്തിന്റെ പൈതലാണെന്ന്. If you read Acts chapter 19 verse 15, അപ്പോസ്തല പ്രവൃത്തി 19:15, but the evil spirit replied, I know and recognize and acknowledge Jesus, and also I know about Paul, but as for you, who you are. ദുരാത്മാവ് അവരോട്, യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെ പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. Listen. That means devil know Jesus. എന്ന് വെച്ചാൽ പിശാചിനെ യേശുവിനെ അറിയാം. Not only Jesus, യേശുവിനെ മാത്രമല്ല, but also you. Hallelujah. യേശുവിനെ മാത്രമല്ല, പിന്നെയോ നിങ്ങളെ കൂടെ പിശാചിനെ നന്നായി അറിയാം. But when the situation started to speak to us, പക്ഷേ സാഹചര്യം നിന്നോട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ the fear comes, ഭയം വരും, unbelief comes, അവിശ്വാസം വരും. Don't look at your situation. നിന്റെ സാഹചര്യത്തെ നീ നോക്കരുത്. That situation trying to destroy you. ആ സാഹചര്യം നിന്നെ തകർക്കുവാനാണ് നോക്കുന്നത്. He trying to steal from you. അത് നിന്നിൽ നിന്ന് മോഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. He trying to kill you. അത് നിന്നെ കൊല്ലുവാനാണ് നോക്കുന്നത്. Don't look at and learn. അതിലെ നോക്കി നീ പഠിക്കരുത്. But when you see that situations are trying to destroy you, you have to know, must have a revelation, that is devil. That's why he is trying to destroy me. നിന്നെ സാഹചര്യം നിന്നെ നോക്കി തകർക്കുവാനായി ശ്രമിക്കുന്നെങ്കിൽ നീ ആദ്യം മനസ്സിലാക്കണം, അത് നിന്നെ തകർത്ത് കളയാൻ വേണ്ടി വെച്ചിരിക്കുന്ന പിശാചിന്റെ കെണിയാണെന്ന്. So when you saw something is trying to destroy, look at that situation, say, do you know who I am? I am the child of God. Amen. തകർക്കാൻ നിന്ന സാഹചര്യം നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ നീ അതിനെ നോക്കി പറയണം, നിനക്കറിയാമോ ഞാൻ ആരാണ്? ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. Let's turn to Matthew chapter 4 verse 3. മത്തായി സുവിശേഷം 4:3 വന്നു. And the tempter came and said to him, അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, if you are the son of God, command that these stones become bread. നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. After the fasting he was very thirst and hungry. ഉപവാസത്തിന് ശേഷം അവന് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. He is under a hunger. അവന് ദാഹവും വിശപ്പും ഉണ്ടായിരുന്നു. Are you listening to me? എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? When he is under hunger and thirst, devil trying to attack him. അവന് വിശപ്പും ദാഹവും ഉണ്ടായിരുന്ന സമയത്ത് പിശാച് അവനെ അറ്റാക്ക്
അപഹരിക്കാനായി ശ്രമിക്കുന്നു. He is asking, പിശാച് he is asking, ചോദിക്കുകയാണ്, if you are the son of God. നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ, Just 5 minutes before, God himself said to Jesus, you are my beloved son of God. കുറച്ചു നേരം മുമ്പാണ് ദൈവം യേശുവിനോട് പറഞ്ഞത്, നീ എന്റെ പ്രിയപുത്രനെന്ന്. But he created another situation and show you are not the child of God. പിശാച് വേറൊരു സാഹചര്യം അതിന്റെ മുമ്പിൽ ഉണ്ടാക്കിയിട്ട് പറയാം, നീ ദൈവത്തിന്റെ പുത്രനല്ലെന്ന്. Look at you, ask Jesus. യേശുവിനോട് ചോദിച്ചാട്ടെ, You don't have food now. നിനക്ക് ഇപ്പൊ ആഹാരമില്ല. Now devil is saying you don't have food. If you have a child of God, how is it happen? ഇപ്പൊ പിശാച് പറയുകയാണ്, ഇതാ നിനക്ക് ആഹാരമില്ല, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ എങ്ങനെയാണ് ഇത് സംഭവിക്കാനിടയാകുക? നിങ്ങളുടെ വീട്ടിലെ ആഹാരത്തിന് കുറവ് വരുമ്പോ, ഞെരുക്കം ഉണ്ടാകുമ്പോ പിശാച് വന്ന് എന്നാ ചോദിക്കുന്നേ? എന്താ നീ ദൈവ പൈതലായിട്ട് ഇല്ലാത്തതെന്നല്ലേ ചോദിക്കുന്നേ? അവനോട് പറ, പോയി പണി നോക്കടാ, ആ ടെംപ്റ്റേഷൻ ഒക്കെ വള്ളി വെക്കേക്ക്, ഞാൻ ദൈവത്തിന്റെ മോനാന്ന് പറ. അത് പിശാച് ഒരിക്കൽ ആരോടെ എടുത്ത പരിപാടിയാ, യേശുവിനെടുത്ത പരിപാടിയാ. അത് നിന്റെ അടുത്ത് അവൻ എടുത്തെന്ന് വരാം. നീ അവനെ നോക്കിയിട്ട് പറയാ, അല്ല ഞാൻ ദൈവ പൈതലാണ്. നിങ്ങളെന്താ തുള്ളിച്ചാടാത്തത്? എനിക്ക് പിടിയാത്തത്. When you are facing crisis, നീ പ്രശ്നമുള്ള when സാഹചര്യം, you are facing drought, നീ വരൾച്ച നേരിടുമ്പോൾ, when you are facing issues in your life, നിന്റെ ജീവിതത്തിലെ ഇഷ്യൂസ് നേരിടുന്ന സമയത്ത്, tribulation in your life, പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത്, they will come and say to you, you are not the child of God. If you are a child of God, will supply. പിശാചിനോട് പറയാനിടയാ, നീ ദൈവത്തിന്റെ മകനല്ല, ദൈവത്തിന്റെ മകനായിരുന്നെങ്കിൽ ഇതെല്ലാം നിനക്ക് സുഖമായി നേരിടാൻ സാധിക്കുമായിരുന്നു. Something I want to tell you, they will talk to you like this. എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. Some of your sins are not forgiven. നിങ്ങളുടെ ചില പാപങ്ങൾ നിങ്ങൾ ഇതുവരെ നിങ്ങളെ വിടുവിച്ചു തന്നിട്ടില്ല. Maybe your forefathers' curse are still there. ഇപ്പോഴും നിന്റെ പൂർവ്വ പിതാക്കന്മാർ എന്തോ ഒരു പാപം ഇപ്പോഴും നിന്നെ നിയന്ത്രിക്കുന്നുണ്ട്. You are not fully righteous. നീ പൂർണ്ണമായി നീതീകരിക്കപ്പെട്ടിട്ടില്ല. Suddenly what we do, we knock. Yes, നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ അതിന്റെ കൂടെ കൂടും. ശരിയാ, എന്തോ സംഭവിച്ചിട്ടുണ്ട്. We knock our head, nod our head. നമ്മൾ തലയാട്ടിയിട്ട് അതിനെ സമ്മതിക്കാനിടയാകും. And say yes. അത് പറയും, ശരിയാ. Day before yesterday I did. 3 days before I did. ഇതാ 2 ദിവസം മുമ്പ് ഞാനത് ചെയ്തു, അല്ല 3-4 ദിവസം മുമ്പ് ഞാനത് ചെയ്യുവാനിടയായി. നിങ്ങൾ ആരെങ്കിലും എൻ്റെ കൂടെ? ചില ആളുകളോട് പിശാച് വന്ന് പറയും, എടാ ഈ സാഹചര്യങ്ങൾ ഉണ്ടായത് നീ തെറ്റ് ചെയ്തോണ്ടാ. അപ്പോഴവൻ തെറ്റിനെ കുറിച്ച് ആലോചിക്കുന്നേ. 6 മാസം മുമ്പ് ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു. അയാൾ പള്ളി വരുന്നതേ ഉള്ളൂ, അയാൾ ദൈവവേദനല്ല. തെറ്റ് ചെയ്യുമ്പോഴേ തെറ്റ് ചെയ്യുന്നവർക്ക് അറിയാം ഞാൻ ദൈവത്തിൽ നിന്നകന്നാ ചെയ്യുന്നതെന്ന്. അറിയത്തില്ല. എന്താ മിണ്ടാത്തെ? വീണെങ്കിൽ അപ്പം തന്നെ ഇൻവിറ്റേഷൻ തിരിച്ചു മേടിച്ച് കീറി കളഞ്ഞിട്ട് പറ, തെറ്റിപ്പോയി, പിശാച് നിനക്കുമായിട്ട് യാതൊരു ഇടപാടുമില്ല, പറ. തെറ്റൊക്കെ പറ്റാം, പക്ഷെ അതും കൊണ്ട് നടക്കല്ലേ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, തെറ്റൊക്കെ പറ്റാം, അതും കൊണ്ട് ഉരുളല്ലേ, വീണ്ടും ചെളി പരട്ടല്ലേ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തേ? അടുത്തിരിക്കുന്ന ഒരാളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞ, തെറ്റ് പറ്റാം, അതിൽ കിടന്ന് ഉരുളല്ലേ. ആരോ ഒരാൾ വിളിച്ചതാണ്. ആ വിളിച്ചതിന്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞതിനകത്തൊരു മണം, സെക്ഷൽ മണം. അതിന് പ്രതികരിച്ചു. അറിയാതെ അതുപോലെ അവൾ പറഞ്ഞ പോലെ ഞാനും പ്രതികരിച്ചു. എന്തായാലും പറഞ്ഞില്ലേ, ബാക്കിയും കൂടെ പറയാന്ന് പറയല്ലേ. അപ്പോഴേ പറയണം, അല്ലല്ലല്ല എനിക്ക് തെറ്റിപ്പോയി, ഞാൻ ദൈവം പൈതല എന്ന് പറഞ്ഞ് അപ്പോഴേ തിരുത്തിയൊക്കെയാണ്. അപ്പുറത്തിരിക്കുന്ന ആള് കളിയാക്കുന്നേ, പോട്ടെന്നേ, അവളല്ല വലുത്, നമുക്ക് കർത്താവാ വലുതാ. നിങ്ങളെന്താ മിണ്ടാത്ത? ഒരു ഹല്ലേലൂയ പറയാതെ? അയ്യോ, യൂട്യൂബ് കണ്ടോണ്ടിരിക്കുമ്പോ ഒരു തുണിയില്ലാത്ത ചിത്രം വരുന്നു, കണ്ടുപോയി, 2 മിനിറ്റ് നോക്കിപ്പോയി, തെറ്റാന്ന് അറിഞ്ഞിട്ടും അതിനെ കളയാൻ പറ്റുന്നില്ല. കെട്ടിപ്പിടിക്കലാണ് സീൻ. പറ്റിപ്പോയി, അതിനെ ക്ലോസ് ചെയ്തിട്ട് പറ, കർത്താവേ തെറ്റിപ്പോയി, ഞാൻ അവന് ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ക്ഷമിക്കണം. അത് കിടന്ന് ഉരുളാതെ. എന്തായാലും കണ്ടില്ല, കുറച്ചും കൂടെ ആഴത്തിൽ കാണാൻ പോവല്ലേ. നിങ്ങളെന്ന് അങ്ങനത്തെ ആൾക്കാരല്ല. ഞാൻ ആരോ യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരോട് പറയുവാണ്, ലിസൺ, യൂട്യൂബിൽ കേൾക്കുന്നവരെ ചിലരിങ്ങനെ ഗൗരവമായിട്ടിരിക്കുന്നവരെ എനിക്ക് ഏറ്റവും സംശയമുള്ളത് അവരാണ്. Are you listening? You are young. You know, I crossed this age. I know these things. ഞാൻ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്. എനിക്ക് ഈ കാര്യങ്ങളെല്ലാം നന്നായി അറിയാം. Still I am young, only 53.
ഇപ്പോഴും ഞാൻ യൗവനമാണ്. ഞാൻ 53 വയസ്സേ ആയിട്ടുണ്ട്. I run better than my joiner. ഞാൻ ജോയിനെക്കാട്ടി വളരെ After one meeting, she said, "No, I am not like that. I am doing better than joiner." ഞാൻ ജോയിനെക്കാട്ടി വളരെ നന്നായി ചെയ്യുന്നുണ്ട്. Are you listening to me? Say to your situation, I am the child of God. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി പറഞ്ഞാട്ട് ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. When the Christ speak to you, God is not with you. Say, devil, you play this same game to Jesus. I know. Go. നീ ചില സാഹചര്യം വരുമ്പോൾ പിശാച് നിന്നോട് പറയും ദൈവം നിന്നോട് ഇല്ലെന്ന്. നീ അപ്പോൾ തിരിച്ചു പറയണം, പിശാചേ ഇതേ കാര്യമാണ് നീ യേശുവിനോടും ചെയ്തത്. എനിക്കറിയാം ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഒരിക്കലും ദൈവം കഷ്ടത തന്നു എന്ന ബോധ്യത്തിൽ ഞാൻ ആയിരിക്കുമ്പോൾ എനിക്ക് ശരിയായ വിധത്തിൽ ദൈവത്തെ സ്നേഹിക്കാനായി കഴിയത്തില്ല. അതുകൊണ്ടാണ് എന്നെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതായ സകലത്തിൽ നിന്നും ഞാൻ മാറിയിരിക്കുന്നതാണ് എൻ്റെ ലൈഫിന് ഏറെ അനുഗ്രഹമെന്ന് പറയുന്നത്. തെറ്റായ ചിന്തകൾ കൊണ്ട്, നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് മാറി ശരിയായ ദൈവിക വചനത്തിൽ നമ്മളെ തന്നെ പണിയുവാൻ ദൈവവചനത്തോടൊപ്പം ആയിരുന്നാട്ടെ. പുതിയ അനുഭവങ്ങളിലേക്ക് നമുക്കാകാം. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്റർ, ഈ മോൻ്റെ സാക്ഷിയാണ് പറയാൻ വന്നത്. അമ്മയുടെ പേര് ലിജി എന്നാണ്, മോൻ്റെ പേര് അഖിലേഷ് എന്നാണ്. അഖിലേഷ് എന്നാണ്. മണ്ണാർക്കാട്ടിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മോന് 4 വയസ്സായി. 4 വയസ്സ് വരെയും അമ്മാന്ന് മാത്രമേ മോൻ പറയാറുള്ളൂ, അല്ലാതെ ഒരു വാക്ക് പോലും പറയാറില്ല. ശരിയാണോ സിസ്റ്റർ? ഒന്നും പറയത്തില്ലായിരുന്നു? ഇല്ല, പറയാറില്ല, സംസാരിച്ചിരുന്നില്ല. അപ്പോൾ നമ്മൾ പാലക്കാട് ചർച്ചിൽ ഇതുപോലെ സെൽ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ മാസത്തിൽ ഒരു പ്രാവശ്യം, ആഴ്ചയിൽ സെൽ മീറ്റിംഗ് ചെയ്യാറുണ്ട്. അപ്പോൾ സെൽ മീറ്റിംഗ് ചെയ്തു. ആ സെൽ മീറ്റിങ്ങിൽ അമ്മ പറഞ്ഞു, അച്ചമ്മയാണ്, മോൻ്റെ അച്ചമ്മയാണ്. അച്ചമ്മ പറഞ്ഞു ഇതുപോലെ ലീഡേഴ്സിനെ പ്രാർത്ഥിക്കാൻ വന്നവരോട് പറഞ്ഞു, മോൻ ഇതുവരെ അമ്മ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മോൻ സംസാരിച്ചിട്ടേ ഇല്ല ഇതുവരെയെന്ന്. അപ്പോൾ സെൽ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞ് രാവിലെ എണീറ്റ് വന്നപ്പോൾ മോൻ സാധാരണ ഒരു കൊച്ചുങ്ങൾ സംസാരിക്കുന്നത് പോലെ ചറപറ ചറപറ എന്നാണ് സംസാരിക്കുന്നത്. അമ്മയെന്ന് പറയാവോ? അതുവരെ അമ്മ എന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ. പിന്നീട് സംസാരിക്കാൻ തുടങ്ങിയപ്പം എല്ലാ വാക്കും സംസാരിക്കും. എല്ലാം സംസാരിക്കും. ഇത് എത്ര നാളായി ഇങ്ങനെ സംഭവിച്ചിട്ട്? 4 വയസ്സായി. സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര? 2 മാസമായി. ഈ 2 മാസം കൊണ്ട് സാധാരണ കുഞ്ഞുങ്ങൾ പറയുന്ന പോലെ എല്ലാ വാക്കുകളും പറയും. കർത്താവ് ചെയ്തതിനെ എന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. 4 വയസ്സ് വരെ അമ്മ എന്ന് മാത്രമേ സംസാരിക്കത്തുള്ളായിരുന്നു. ഇപ്പോൾ ഈ കുഞ്ഞ് എല്ലാ വാക്കുകളും സംസാരിക്കുമെന്ന് പറയുന്നത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആമേൻ. കർത്താവ് ചെയ്ത ഓരോ അനുഭവങ്ങൾക്കായി നന്ദി പറയാം. രോഗം തന്ന് അതിനെ സൗഖ്യമാക്കിയല്ല കർത്താവ് ചെയ്യുന്നത്. പിശാച് രോഗം വിതയ്ക്കുമ്പോൾ അതിൽ നിന്ന് കർത്താവ് നമ്മളെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ശരീരത്തിൽ പീഡനം തന്ന് അല്ലെങ്കിൽ വേദന തന്ന് അനർത്ഥത്തെ കൊണ്ടുവന്ന് ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു നല്ല സ്വർഗമല്ല നമുക്കുള്ളത്. ആ സ്വർഗം നമുക്ക് വേണ്ടി ചെയ്യുന്നത് ആ കഷ്ടതയുടെ നടുവിൽ നിന്ന് അവൻ്റെ സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലാളനത്തിൻ്റെ അനുഭവത്തിൽ അവൻ നമ്മളെ അവനോട് ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ആ സ്വർഗത്തെ നമുക്ക് അങ്ങനെ തന്നെ അനുഭവിക്കുവാം. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് നമ്മളെ തന്നെ വാഷ് ചെയ്തിട്ട് പുതിയ അനുഭവങ്ങൾ കൊണ്ട് ദൈവജനത്തിൻ്റെ നിറവ് കൊണ്ട് നമ്മളെ നിറയ്ക്കാം. നമുക്കിനിയും ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. അപ്പോൾ അതിനോടൊപ്പമായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പലപ്പോഴും നെഗറ്റീവായ ചിന്തകൾ അല്ലെങ്കിൽ ശരിയായ അറിവില്ലാത്തത് പലരെയും തെറ്റിക്കുവാനിടയാകും. ദൈവജനത്തിൽ തന്നെ പറയുന്നു, എൻ്റെ ജനം അറിവില്ലാത്തത് കൊണ്ട് നശിച്ചു പോകുന്നുവെന്ന്. ആ അറിവുണ്ടാകാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് ദൈവജനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കത്തുള്ളൂ, ശരിയായ ബോധ്യം. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം നടക്കട്ടെ. അപ്പം പലതും അനുഭവിക്കുന്നത് പിശാചിൻ്റെ
പ്രവൃത്തികളാണ്. അറിവില്ലായ്മ കൊണ്ടാണ് ചില വേദനകൾ അനുഭവിക്കുന്നത്. ശരിയായ വിധത്തിൽ ദൈവിക ബോധ്യമില്ലാത്തതുകൊണ്ടാണ് പലരും ജീവിതത്തിൽ സങ്കടപ്പെടുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം മാറിയിട്ട് കർത്താവിൻ്റെ അനുഭവങ്ങളിലായിരിക്കുവാൻ അപ്പോൾ അവിടുന്ന് കൃപ ചെയ്യുന്നതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. ദൈവജന ബോധ്യത്തിൽ, ദൈവജന സത്യത്തിൽ കർത്താവേ ഞങ്ങളെ തന്നെ പണിയുവാൻ അവിടുന്ന് കൃപ തന്നതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. നന്ദി പറയുന്നു കർത്താവേ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ അപ്പാ. വീട്ടിൽ അത്ഭുതങ്ങൾ കൊണ്ട് നിറയട്ടെ അപ്പാ. അസമാധാനമുള്ള വീട് കർത്താവേ സ്വസ്ഥതയിൽ ജീവിക്കട്ടെ അപ്പാ. കർത്താവേ സ്വസ്ഥതയിൽ ജീവിക്കട്ടെ അപ്പാ. സ്വസ്ഥതയിൽ ജീവിക്കട്ടെ അപ്പാ. എനിക്ക് ഭയപ്പെടുന്നൊരു വീട് കാണാം. സന്ധ്യയായി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാകുമെന്ന് അറിയത്തില്ല. പലതും പൊട്ടിയിരിക്കും, പലതും തകർന്നു പോയിരിക്കും, പലതും നഷ്ടപ്പെട്ടിരിക്കും. കലഹത്തിൻ്റെ വാക്കുകളായിരിക്കാം, കലഹത്തിൻ്റെ ശബ്ദമായിരിക്കാം ആ വീട്ടിലുണ്ടാകുന്നത്. എന്നാൽ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവജനത്തോടൊപ്പമായിരുന്നാട്ടെ നിൻ്റെ വീട് അവൻ പണിയാനിടയാവും. ശരിയായ ബോധ്യത്തിലായിരുന്നാട്ടെ ആ ഭവനത്തെ കർത്താവ് സ്വസ്ഥത കൊണ്ട് നിറയ്ക്കും. കർത്താവേ നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. ആ വീട് ദൈവത്താൽ പണിയപ്പെടട്ടെ അപ്പാ. ദൈവജനത്താൽ പണിയപ്പെടട്ടെ അപ്പാ. അങ്ങയുടെ സാന്നിധ്യത്താൽ പണിയപ്പെടട്ടെ അപ്പാ. അത്ഭുതങ്ങളാൽ പണിയപ്പെടട്ടെ അപ്പാ. ആ വീടിൻ്റെ അന്തരീക്ഷം തന്നെ മാറട്ടെ അപ്പാ. യേശുവേ നിൻ്റെ കൃപയ്ക്കായി നന്ദിയപ്പാ. അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയപ്പാ. അവിടുത്തെ പ്രവൃത്തിക്കായി നന്ദിയപ്പാ. കർത്താവേ കാണുന്ന കുടുംബങ്ങളിൽ അത്ഭുതമുണ്ടാകട്ടെ. എനിക്കൊരു മോളെ കാണാം. ആ മോളുടെ വിരലുകൾ മുറിഞ്ഞതാണ്. അത് ജന്മന ഇല്ലാത്തതാണോ അതോ അറ്റുപോയതാണോ എന്നറിയത്തില്ല. ആ വ്യക്തി ഇരുന്ന് കരയുന്നത് കാണാം. മനസ്സിൽ എപ്പോഴും ചോദിക്കുന്നത് കാണാം, എൻ്റെ ഭാവി എന്താവും? എല്ലാവർക്കും ഇങ്ങനെയല്ലല്ലോ, ഞാൻ മാത്രം എന്താണ് ഇങ്ങനെ? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. മറുപടിയെ നൽകുവാൻ കഴിയുന്ന, മനസ്സിനേറ്റ മുറിവിനെ ഉണക്കുവാൻ കഴിയുന്ന കർത്താവെ അവിടുത്തെ സാന്നിധ്യം ആ വ്യക്തിയെ തൊടട്ടെ അപ്പാ. ആ വ്യക്തിയെ ആശ്വസിപ്പിക്കട്ടെ അപ്പാ. കർത്താവെ ആർക്കും തകർക്കുവാൻ കഴിയാത്ത ബലത്തിനും ധൈര്യത്തിനും ഉടമയാകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്ന യേശുവേ. കുടുംബങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പോൾ ആ സമാധാനത്തിൻ്റെ ദൈവം, അപ്പോൾ ആ സ്വസ്ഥതയെ നൽകുന്ന ദൈവം കർത്താവെ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതോർത്ത് നന്ദി. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ വലിയ സന്തോഷത്തിലും സമാധാനത്തിലും നമുക്കായി തീരാം. ഗോഡ് ബ്ലെസ് യു.